ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും എൻ്റെ ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോൻ്റെ സ്പെഷ്യൽ അല്ലെങ്കിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ, ഇത് തന്നെയാണ് കേട്ടോ. ഞാനിന്ന് എൻ്റെ കുക്കിംഗ് എല്ലാം ചെയ്യാൻ പോകുന്നത് അടുപ്പിലാണ്. അപ്പോൾ ഞാൻ കരുതി നാലാളെ അറിയിക്കാം, കുറച്ച് പ്രഹസനമാവാം എന്നൊക്കെ വിചാരിച്ചിട്ട് എടുക്കുന്ന ഒരു സിമ്പിൾ വ്ളോഗാണിത്. അല്ലാതെ സ്പെഷ്യൽ ഡിഷോ സ്പെഷ്യൽ ഡേയോ ഒന്നുമല്ല, ഒരു സിമ്പിൾ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇത് ഇവിടെ ഉണ്ടായ മുരിങ്ങയിലയാണ്. അപ്പോൾ ഇത് പൊട്ടിക്കുന്നതിന് മുമ്പ് പണ്ടെൻ്റെ വീട്ടിൽ, പണ്ടല്ല ഇപ്പോഴും ഇടയ്ക്കൊക്കെ എൻ്റെ വീട്ടിൽ മുരിങ്ങയിലയും തേങ്ങയും പരിപ്പും ഒക്കെ ഇട്ടിട്ട് ഒരു കറി ഉണ്ടാക്കും, തേങ്ങ അരച്ചിട്ട്. അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെൻ്റെ മനസ്സിലുണ്ട്, അതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പൊട്ടിക്കുന്നത്. പക്ഷെ ഇത് പൊട്ടിച്ചപ്പോൾ ഈ ഇലയുടെ ക്വാണ്ടിറ്റി കുറച്ച് കൂടിപ്പോയിട്ടോ. എന്നാലും ഞാനിതെല്ലാം ഇലയൊക്കെ ഊരിയെടുത്തിട്ടുണ്ട്. എനിക്ക് ആവശ്യമുള്ളത് മാത്രം കറിയിൽ ഇട്ടിട്ട് ബാക്കി ഞാൻ എടുത്തു വെക്കും. നാളെയോ മറ്റന്നാളായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ, വാടിപ്പോയില്ലെങ്കിൽ. ഈ മുരിങ്ങയില എനിക്ക് ആദ്യം ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ. ഇതിൻ്റെ സ്മെല്ലും ടേസ്റ്റും ഒന്നും എനിക്ക് ഇഷ്ടമായിരുന്നില്ല. പിന്നെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് എൻ്റെ ഡെലിവറി കഴിഞ്ഞ ടൈമിൽ ഞാൻ കുറേ മുരിങ്ങയില തിന്നിട്ടുണ്ട്. എൻ്റെ ഡോക്ടേഴ്സും റിലേറ്റീവ്സൊക്കെ പറഞ്ഞു നല്ലതാണ്, ബ്രസ്റ്റ് ഫീഡിങ് മോമിന് മുരിങ്ങയിലൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിച്ചു തുടങ്ങിയതാണ് ഈ മുരിങ്ങയില. ഞാൻ ഇഷ്ടം പോലെ മുരിങ്ങയില കഴിച്ചിട്ടുണ്ട് കേട്ടോ, ഉപ്പേരിയും കറിയൊക്കെ ആയിട്ട് ഡെലിവറി കഴിഞ്ഞിട്ട്. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. പക്ഷേ ഡെലിവറിക്ക് മുന്നും ശേഷമൊക്കെ എനിക്ക് ചീരയും വെജിറ്റബിൾസൊക്കെ ഇഷ്ടമാണെങ്കിലും മുരിങ്ങയില ഞാൻ ആദ്യം കഴിക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പം എനിക്കിതെല്ലാം ഇഷ്ടമാണ് കേട്ടോ, മുരിങ്ങയിലൊക്കെ ഞാൻ കഴിക്കും കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങയിലയും പരിപ്പും തേങ്ങ അരച്ചിട്ടുള്ള ഒരു കറിയാണ്. ഇതുണ്ടാക്കാനുള്ള റെസിപ്പി ഒന്നും എനിക്കറിയില്ല. ഞാൻ കണ്ടതും കഴിച്ചതുമായിട്ടുള്ളൊരു ഊഹാപോഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ. ഞാനിത് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ, അത് അടിപൊളിയായിരുന്നു. പക്ഷെ എനിക്ക് അതിൻ്റെ റെസിപ്പി ഒന്നും ഓർമ്മയില്ല കേട്ടോ. ഞാനെല്ലാം റെസിപ്പി നോക്കിയിട്ടാണ് ഉണ്ടാക്കാറ്. പിന്നെ ചിലതൊക്കെ എനിക്ക് ബൈ ഹാർട്ടായിട്ടുള്ള റെസിപ്പീസൊക്കെ ഉണ്ട് കേട്ടോ. അത് എൻ്റെ ഫേവറേറ്റ് ഡിഷസൊക്കെയാണ് കേട്ടോ അങ്ങനെ ബൈ ഹാർട്ടായിട്ട് വെക്കുക. അല്ലാത്തതൊക്കെ ഞാനിങ്ങനെ മാറ്റി വെക്കാറുണ്ട്. ഇതും എൻ്റെ ഫേവറേറ്റ് ആണ്, പക്ഷേ ഞാനിത് ഒരു പ്രാവശ്യമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഞാൻ വേറെ ഉണ്ടാക്കാത്തത് കൊണ്ട് ഇതിൻ്റെ റെസിപ്പിയൊന്നും എനിക്ക് ബൈ ഹാർട്ടല്ല. അപ്പോൾ അത് ഉണ്ടാക്കാമെന്നുള്ള പ്ലാനിങ്ങിലാണ്. ഞാനിതിൽ തേങ്ങ അരച്ചപ്പോൾ ഒഴിച്ചത് എന്താണെന്നറിയോ, തേങ്ങയിലിട്ടത് ചെറിയുള്ളിയും പച്ചമുളകും ചെറിയ ജീരകമാണ്. ഇത് ഇടുമെന്നും എനിക്കറിയില്ല, അതല്ല ഇതിൽ കൂടുതൽ ഇടുമെന്നും എനിക്കറിയില്ല. എന്തൊക്കെയോ ഒരു ഇതിൽ ഞാൻ ഉണ്ടാക്കിയതാണ്. പക്ഷെ കറി അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച കറി തന്നെയാണ് ഇത്, വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല കേട്ടോ. അടിപൊളി കറിയായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ നമുക്ക് ഗ്യാസ് കിട്ടാത്തൊരു ടൈമാണല്ലേ, കടകളൊക്കെ അടിച്ചു. ഇപ്പോൾ ഗ്യാസിനും എല്ലാവർക്കും കുറഞ്ഞു പോയി. ഞാനിവിടെ ഗ്യാസ് ഇപ്പോൾ ഈ അടുത്താണ് കേട്ടോ മാറ്റിയത്. നമ്മുടെ മൂന്നാമത്തെ പത്തില്ലേ, നോമ്പിൻ്റെ ആ ടൈമിലാണ് ഞാനിവിടെ ഗ്യാസ് മാറ്റിയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഗ്യാസ് ഒരു 3 മാസമൊക്കെ നിൽക്കും കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ഗ്യാസ് തീരുന്നുള്ളൊരു പേടിയൊന്നുമില്ല ഇപ്പോൾ. എന്നാലും ഞാൻ അടുപ്പിലുണ്ടാക്കുന്നത്, ഈ അടുപ്പിൽ ഭയങ്കര സിമ്പിളാണ് വെക്കാനൊക്കെ. ഒരു പ്രാവശ്യം നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊന്ന് കത്തിച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഊതി കഷ്ടപ്പെടേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ, കത്തിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ അടിപൊളിയായിട്ട് കത്തിക്കാം. പിന്നെ അത് മാത്രമല്ല, ആർക്കെങ്കിലും ഞാൻ അടുപ്പത്തേക്കും ഒരു പ്രചോദനമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഇവിടെ സൈഗോ അനീസുള്ള സമയത്ത് ഈ വീടിൻ്റെ കോലം ഇങ്ങനെയാണ് കേട്ടോ. വീട് നശിപ്പിക്കും ഇവർ രണ്ടുപേരും കൂടി. അനീസും സൈഗോ ഒരുമിച്ചുണ്ടെങ്കിൽ നശിപ്പിക്കും. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു. നല്ലോണം ക്ലീനൊക്കെ ചെയ്ത് തുടച്ചടിച്ചൊക്കെ ഇട്ടാണ്ട് ഞാനും സൈഗോവും കുളിച്ച് റെഡിയായി. പിന്നെ ഞങ്ങളുടെ കുറേ സ്നേഹപ്രകടനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. കുളിയൊക്കെ കഴിയുമ്പോൾ ഞങ്ങളിപ്പോഴല്ലേ ഫ്രീ ആയത്. സൈഗോ ആ ടൈമിൽ കളിക്കും, ഞാൻ കുക്കിങ്ങിലൊക്കെ ഇരിക്കും, ക്ലീനിങ്ങിലൊക്കെ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കുറച്ച് കൊഞ്ചിക്കലും സ്നേഹപ്രകടനങ്ങളൊക്കെ കഴിഞ്ഞ് എൻ്റെ മുഖത്തൊരു കുരു വന്നിട്ടുണ്ട് കേട്ടോ. ഭയങ്കര പെയിനാണ്, നല്ല പെയിൻഫുള്ളായിട്ടുള്ളൊരു പിമ്പിളാണ്. അത് 2 ദിവസമായി, ഇനി എങ്ങനെ പോകുമെന്ന് അറിയില്ല. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ. ഇതാണ് എൻ്റെ ഉച്ചയ്ക്ക് ഉള്ള മീൽ. അടിപൊളിയായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.